Molly. അപ്പോൾ നമ്മളുടെ ഫിസിക്സിലെ പ്രാക്ടിക്കൽസിൻ്റെ നെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് വെർനിയർ കാലിപ്പേഴ്സ് ആണ്. അപ്പോൾ വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഫുൾ മാർക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മളുടെ വെർനിയർ കാലിപ്പേഴ്സ്. അപ്പോൾ വെർനിയർ കാലിപ്പർ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്ഫിയറിൻ്റെ വോളിയം അളക്കുക, അതേപോലെ തന്നെ ഒരു സിലിണ്ടറിൻ്റെ വോളിയം അളക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിലിണ്ടർ ആയാലും അതുപോലെ തന്നെ നമ്മളുടെ സ്ഫിയർ ആയിക്കഴിഞ്ഞാലും അതിൻ്റെ ഇക്വേഷൻ, വോളിയത്തിൻ്റെ ഇക്വേഷൻ വരുമ്പോൾ സ്ഫിയർ ആണെങ്കിൽ 4/3 πr³ ആണ്. അതിൽ റേഡിയസ് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സിലിണ്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം πr² L ആണ് അല്ലേ അതിൻ്റെ വോളിയത്തിൻ്റെ ഇക്വേഷൻ. സോ അതിലും നമുക്ക് ആ സിലിണ്ടറിൻ്റെ റേഡിയസ് അളക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ റേഡിയസ് അളക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് കേസിലും വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സാധാരണയുള്ള സ്കെയിൽ യൂസ് ചെയ്യാത്തത്? അപ്പം നിങ്ങൾക്കറിയാം, സാധാരണ സ്കെയിലിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന മാക്സിമം ഏറ്റവും ചെറിയ ലെങ്ത് എന്ന് പറയുന്നത് 1 mm ആണല്ലേ. അതിലും ചെറിയ ലെങ്ത് നമുക്ക് അളക്കാൻ വേണ്ടി പറ്റില്ല. നമ്മുടെ വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അളക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് 0.1 mm ആണ്. സോ കുറച്ചുകൂടെ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെർനിയർ കാലിപ്പേഴ്സ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെർനിയർ കാലിപ്പേഴ്സ് ഈ ഒരു റേഡിയസ് അളക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വെർനിയർ കാലിപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ വോളിയം ഓഫ് സിലിണ്ടർ അതേപോലെ തന്നെ സ്ഫിയർ കണ്ടുപിടിക്കാതെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വെർനിയർ കാലിപ്പറിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വെർനിയർ കാലിപ്പേഴ്സിൻ്റെ സ്കെയിലുകൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണയായിട്ടുള്ള നമ്മുടെ മീറ്റർ സ്കെയിലാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് മെയിൻ സ്കെയിൽ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, 0, അത് കഴിഞ്ഞാൽ 1 cm, 2 cm, 3 cm പോലെയാണ്. അപ്പോൾ 1 mm, 2 mm, 3 mm. അപ്പോൾ ഈ ഒരു മെയിൻ സ്കെയിലാണ് നമ്മളുടെ ഫസ്റ്റത്തെ സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്കെയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ മൂവ് ചെയ്യുന്ന സ്കെയിലിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കുറേ ഡിവിഷൻസ് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ വെർനിയർ സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെർനിയർ സ്കെയിലിൽ നമുക്ക് ഡിവിഷൻസ് കാണാൻ പറ്റും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ 10 ഡിവിഷൻസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു സ്കെയിലിനെയാണ് നമ്മൾ വെർനിയർ സ്കെയിൽ എന്ന് വിളിക്കുക, ആൻഡ് ഇതിനെയാണ് നമ്മൾ മെയിൻ സ്കെയിൽ എന്ന് വിളിക്കുക. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ്. അപ്പോൾ ഈ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ നമുക്ക് നമ്മളുടെ ഈ ഒരു ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് വേണ്ടത് വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷനാണ്. വാല്യൂ ഓഫ് 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവല്ലോ. ഇതിൻ്റെ 1 മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാ? 1 millimeter ആണ് അല്ലേ. അപ്പോൾ 1 millimeter എന്ന് നമ്മൾ എഴുതി. നമ്പർ ഓഫ് ഡിവിഷൻസ് ഇൻ 1 വെർനിയർ സ്കെയിൽ, അതായത് ഈ ഒരു വെർനിയർ സ്കെയിലുള്ള നമ്പർ ഓഫ് ഡിവിഷൻസ് എത്രയാണ്? നമ്മൾ നേരത്തെ എണ്ണിയുള്ളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലേ. 10 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ 10 എന്ന് എഴുതി. ഈ ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വാല്യൂ ഓഫ് 1 MSD ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ആണ് ചെയ്യുക. വാല്യൂ ഓഫ് 1 MSD എത്രയാ? 1 millimeter ആണ്, ഡിവൈഡഡ് ബൈ 10 ആണ്. അപ്പോൾ എത്രയാ? 0.1 millimeter ആണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു സ്ഫിയർ. ഈ ഒരു സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത് R ആണ്, അതിൻ്റെ റേഡിയസ് ആണ്. സോ ആ റേഡിയസ് നമുക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ആ ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു 2 കണ്ടോ പോയിന്റേഴ്സ് ഇല്ലേ, ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ഒരു സ്ഫിയറിനെ നമ്മൾ ടൈറ്റ് ചെയ്ത് വെക്കാം. ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പോവാത്ത പോലെ നമ്മൾ വെക്കണം. ഇനിയാണ് നമ്മളുടെ റീഡിങ് എടുക്കേണ്ടത്. അപ്പോൾ ഈ റീഡിങ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കാം, ഒന്നുകൂടെ ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഇത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിലത്തെ ഫസ്റ്റ് പോയിന്റ് കണ്ടോ, നമ്മുടെ വെർനിയർ സ്കെയിലിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഈ മുകളിലുള്ള മെയിൻ സ്കെയിലിൽ ഏതുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഇത് 2 ആണല്ലേ, അതായത് 2 cm ആണ്. ഇനി തൊട്ട് മുമ്പുള്ളത് ഈ ഒരു പോയിന്റിലാണ് കറക്റ്റായിട്ട് കോയിൻസൈഡ് ചെയ്തത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ നമുക്ക് റീഡിങ് എത്ര എടുക്കാം? 1.9 cm ആണ്. ഓക്കെ, 1.9 cm ആണ് ഇതിൻ്റെ മെയിൻ സ്കെയിൽ റീഡിങ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കേട്ടോ. മിസ് ഇങ്ങനെ കാണിച്ചു തരാം. ഇതിൻ്റെ രണ്ടിൻ്റെയും നടുക്കായിട്ട് ഇപ്പോൾ നോക്കൂ. ഇപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെയും വരാം. അപ്പോൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ലല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കൂ, 1.8ൻ്റെയും 1.9ൻ്റെയും നടുക്കായിട്ടാണ് ഈ ഒരു ഫസ്റ്റത്തെ നമ്മുടെ വെർനിയർ സ്കെയിലിൻ്റെ പോയിന്റർ നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? ഏറ്റവും ആദ്യത്തെ വേണം എടുക്കാൻ. 1.8 കഴിഞ്ഞു, 1.9 എത്തിയിട്ടില്ല അല്ലേ. അപ്പോൾ 1.8 വേണം എടുക്കാൻ. 1.8ൻ്റെയും 1.9ൻ്റെയും നടുക്കാണെങ്കിൽ നമ്മൾ ഏതെടുക്കണം? ചെറുതെടുക്കണം. 1.8 ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ
നമുക്കിവിടെ കൃത്യമായിട്ട് 1 പോയിൻറ്റ് ഒന്ന് കൃത്യമായിട്ട് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇപ്പോൾ നോക്കൂ 1.8-ൻ്റെയും 1.9-ൻ്റെയും ഇടയിലാണ് നിൽക്കുന്നത് അല്ലേ, കണ്ടോ മാറിയിട്ടുണ്ട്. അപ്പോൾ 1.8-ഉം 1.9-ൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ ഏതെടുക്കണം മക്കളെ, 1.8 ആണ് എടുക്കേണ്ടത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ റീഡിങ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ സ്കെയിൽ റീഡിംഗ് ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് എത്രയാണ്, 1 പോയിൻ്റ് അല്ലേ. നല്ല പോലെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു മെയിൻ വെർനിയർ സ്കെയിലിൻ്റെ ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത് കോയിൻസൈഡ് ചെയ്യുന്ന എന്തിനാ, 1.9-ലേക്കാണ് അല്ലേ. സോ നമുക്ക് 1.9 ആണ് നമ്മുടെ മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റത്തെ റീഡിംഗ് ആയിട്ട് മെയിൻ സ്കെയിൽ 1.9 ഇട്ടു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെർനിയർ സ്കെയിൽ റീഡിംഗ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വെർനിയർ സ്കെയിലിലെ ഏതെങ്കിലും ഒരു ലൈൻ എന്ന് പറയുന്നത് മുകളിലുള്ള മെയിൻ സ്കെയിലിലെ റീഡിങ്ങുമായിട്ട് കറക്റ്റ് ഒരു ലൈനിൽ വരുന്നുണ്ടാവും. അതാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഇല്ല, നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏതിലാണ് കറക്റ്റായിട്ട് നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ 1-ഇല്ല, 2-യിലാണ് അല്ലേ കറക്റ്റായിട്ട്. ഈ ഒരു വലിയ ലൈനും നമ്മളുടെ 2-ൻ്റെ ലൈനും കറക്റ്റായിട്ട്, 2 അല്ല 1 ആണ് കേട്ടോ, 1-ൻ്റെ ലൈനും കറക്റ്റായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഏതെടുക്കാം, 1 എടുക്കാം. അപ്പോൾ 1 ആണ് നമ്മളുടെ വെർനിയർ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത്, 1 ആണ്. സോ ടോട്ടൽ റീഡിംഗ് നമ്മൾ എങ്ങനെ എഴുതും, MSR എന്ന് പറയുമ്പോൾ 1.9 ആണ്, പ്ലസ് VSR 1 ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് 0.1 മില്ലിമീറ്റർ ആണ്. സോ അതിന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുമ്പോൾ 0.01 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 0.01 എന്ന് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എത്ര കിട്ടും, 1.91 സെൻറ്റിമീറ്റർ. ഓക്കെ, 1.91 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമ്മളിതൊരു 2 പ്രാവശ്യം കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് നോക്കുക, ഇപ്പോൾ 1.8-ലാണ് നിൽക്കുന്നത് അല്ലേ, 1.8 to 1.8. ഡിവിഷൻ നമുക്ക് നോക്കാം, ഏതിലാണ് നിൽക്കുന്നത്. നല്ലപോലെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു സെക്കൻഡ്, നമുക്ക് കോയിൻസൈഡ് ചെയ്യുന്ന പോയിന്റ് നോക്കൂ. 1-ഇല്ല, 2-ഇല്ല, 3-ഇല്ല, 4-ഇല്ല, 5-ഇല്ല, ഇതാണ് നമുക്ക് നിൽക്കുന്നത് അല്ലേ. അതായത് 1 2 3 4 5 6 7-ലാണ് നിൽക്കുന്നത്. അപ്പോൾ 7. അപ്പോൾ ഇവിടെ 1.8 പ്ലസ് 1 ഇൻറ്റു 7 ഇൻറ്റു 0.01 കൊടുക്കുക. അപ്പോൾ 1.87 എന്ന് കിട്ടും. ഇനി ഒന്നുകൂടെ നമുക്ക് നോക്കാം, മൂന്നാമത്തെ. വീണ്ടും ഇതേപോലെ സ്ഫിയർ വെച്ചു. അപ്പോഴും നമുക്ക് 1.8 തന്നെയാണ് കിട്ടുന്നത്. 1.8 ആണ് മെയിൻ സ്കെയിൽ അല്ലേ, കാണുന്നുണ്ടല്ലോ. 1.8-ൻ്റെയും 1.9-ൻ്റെയും നടുക്കാണ്. അപ്പോൾ 1.8. പിന്നെ അതിന് ശേഷം നമ്മൾ ടൈറ്റായിട്ട് പിടിക്കണം കേട്ടോ. ഏതിലാണ് കോയിൻസൈഡ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1-ലില്ല, 2-ലില്ല, 3-ലില്ല, 4-ഇല്ല, 5-ൽ കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. 5-ാമത്തെ പോയിന്റിലാണ് കോയിൻസൈഡ് ചെയ്തത്. അപ്പോൾ വെർനിയർ സ്കെയിലിൻ്റെ 5 കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത്. 1 2 3 4 5 ആണ് കോയിൻസൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 5. അപ്പോൾ 1.8 5 എന്ന് കിട്ടി. 1.8 പ്ലസ് 5 ഇൻറ്റു 0.01. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് 5 റീഡിംഗ് ഒക്കെ എടുക്കാനാണ് പറയുക. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. 1.85 എന്ന് വരും. ഇനി നമ്മൾ ഇതിൻ്റെ മീൻ എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ജസ്റ്റ് ഈ 3 ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 3 ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 5 ചെയ്യണം കേട്ടോ. എല്ലാത്തിനും കൂട്ടി ഡിവൈഡ് ബൈ 5 ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ 3 ആയതുകൊണ്ട് കൂട്ടി ഡിവൈഡ് ബൈ 3 ചെയ്യുമ്പോൾ 1.876 സെൻറ്റിമീറ്റർ ആണ് കിട്ടുക. ഇനി മീൻ ഡയാമീറ്റർ ഓഫ് ദ സ്ഫിയർ ആണ് 1.876 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഇനി നമുക്ക് റേഡിയസ് അല്ലേ വേണ്ടത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതി എടുക്കണം. അതായത് നമുക്കറിയാം ഡയാമീറ്റർ ബൈ പകുതിയാണ്. സോ ഇതിൻ്റെ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 1.873 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 876 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 0.938 സെൻറ്റിമീറ്റർ എന്നുള്ളതാണ് കേട്ടോ കിട്ടുക. ഇനി എന്ത് ചെയ്യണം, ഇതിനെ നമുക്ക് ജസ്റ്റ് മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 0.938 ഇൻറ്റു 10⁻² ഇട്ട് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോകും മാറ്റാൻ വേണ്ടിയിട്ട്. ഇനി വോളിയം ഓഫ് ദി സ്ഫിയർ എന്താ, 4/3 ഇട്ട് കൊടുക്കുന്നു. പൈ നിങ്ങൾക്ക് അറിയാം റേഡിയസിൻ്റെ ക്യൂബാണ്. അപ്പോൾ 0.938 ഇൻറ്റു 10⁻²ൻ്റെ ക്യൂബ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, നമ്മുടെ വോളിയം കിട്ടും. സോ ഇത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 3.455 ഇൻറ്റു 10⁻⁻6 മീറ്റർ ക്യൂബായിരിക്കും. ഓക്കെ,
അപ്പം ഇങ്ങനെയാണ് നമ്മളുടെ ഒരു സ്ഫിയറിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വോളിയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് വെർണിയർ കാലിപ്പേഴ്സ് എന്ന് ചോദിക്കുക. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്, ദാറ്റ് ഈസ് സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ സ്ഫിയറിൻ്റെ വോളിയം കണ്ടുപിടിച്ചതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു സിലിണ്ടറിൻ്റെ വോളിയം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സോ നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കുക, πr²L ആണ്. അപ്പോൾ റേഡിയസും ലെങ്ത്തും നമുക്ക് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ. സോ ഈ ഒരു വെർണിയർ കാലിപ്പർ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതിൻ്റെ ഡയാമീറ്ററും, അപ്പോൾ ഡയാമീറ്ററിൻ്റെ പകുതി നമുക്ക് റേഡിയസ് കിട്ടി, പിന്നെ നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും എടുക്കണം. അപ്പോൾ ഡയാമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെർണിയർ കാലിപ്പേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെയാണ്, കാരണം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ലെങ്ത് ആണല്ലോ വേണ്ടത്. സോ ഇങ്ങനെ വേണം ഇതിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, നമ്മളുടെ ഡയാമീറ്റർ ഓഫ് ദി സിലിണ്ടർ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൃത്യമായിട്ട് റീഡിങ്സ് എടുക്കുക, നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ വെക്കണം, ഇങ്ങനെ വെക്കണം. അപ്പോൾ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെക്കേണ്ടത് ഇങ്ങനെയാണ്, ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് വെക്കാം. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ തന്നെ റീഡിങ് എടുക്കാൻ മിസ് പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ നേരത്തെ എടുത്തതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ലെങ്ത്തും അതേപോലെ തന്നെ ഡയാമീറ്ററും എടുക്കുന്നു, എന്നിട്ട് നമ്മളുടെ ഇക്വേഷനിൽ ഇട്ടിട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. സോ സെയിം പ്രൊസീജിയർ വെച്ചിട്ട് ഈ ചെയ്യുന്ന ലെങ്ത് എടുക്കുമ്പോഴും അതേപോലെ തന്നെ ഡയാമീറ്റർ എടുക്കുമ്പോഴും എങ്ങനെയാണ് നമ്മുടെ സിലിണ്ടറിനെ പ്ലേസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രം ഓർക്കുക. ബാക്കിയെല്ലാം പഴയതുപോലെ തന്നെ റീഡിങ് എടുത്തിട്ട് ഇക്വേഷനിൽ ഇട്ടിട്ട് πr²L വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും.